ലക്നൌവിലെ ഹർദോയിൽ നാടിനെ നടുക്കി ഇരട്ടക്കൊല. സഹോദരിയുടെ കാമുകനെയും സുഹൃത്തിനെയും യുവാവും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തി. കുടുംബത്തിന്റെ എതിർപ്പ് അവഗണിച്ച് സഹോദരി പ്രണയബന്ധം തുടർന്നതിൽ പ്രകോപിതനായാണ് യുവാവ് ആസൂത്രണ കൊലപാതകം നടത്തിയത്. കേസിൽ പ്രായപൂർത്തിയാകാത്ത 3 പേരുൾപ്പെടെ 5 പേർ അറസ്റ്റിലായി. ജൂലൈ 29-ന് ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയതാണ് 26-കാരനായ അരുൺ ചൗരസിയും 27-കാരൻ അഭിഷേക് എന്ന ലല്ലു ചൗരസിയും. എന്നാൽ ഇരുവരും വീട്ടിൽ തിരിച്ചെത്തിയില്ല. വീട്ടുകാർ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. അരുണിന്റെ പിതാവിന്റെ പരാതിയിൽ സന്ദില പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പഴുതടച്ച അന്വേഷണത്തിൽ പ്രായപൂർത്തിയാകാത്ത 3 പേരുൾപ്പെടെ 5 പ്രതികളെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടി. ഹർദോയിൽ ജൽജീവൻ മിഷൻ ജീവനക്കാരായിരുന്നു അരുണും അഭിഷേകും. പ്രതികളിൽ ഒരാളുടെ സഹോദരിയുമായി അരുണിന് അടുപ്പമുണ്ടായിരുന്നു. എന്നാൽ ഈ ബന്ധം പെൺകുട്ടിയുടെ കുടുംബം ശക്തമായി എതിർത്തു. എതിർപ്പുകൾ അവഗണിച്ച് ഇരുവരും ബന്ധം തുടർന്നു. ഇതിൽ പ്രകോപിതനായ പ്രതി അരുണിനെ വകവരുത്താൻ തീരുമാനിച്ചു. കൊലപാതകം ആസൂത്രണം ചെയ്യാൻ പ്രമോദ്, കുൽദീപ് എന്നിവരെ ഉൾപ്പെടെ പ്രതിയൊപ്പം കൂട്ടി. മുളകളും വടികളും നാടൻ തോക്കുമെല്ലാം കയ്യിൽ കരുതി തയ്യാറായിരുന്നു. ജൂലൈ 29-ന് വൈകിട്ട് പാർട്ടിയുണ്ടെന്ന വ്യാജേന ഇരുവരെയും സന്ദിലയിലെ ജൽജീവൻ മിഷൻ ജലസംഭരണിക്ക് സമീപം നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലേക്ക് വിളിച്ചു വരുത്തി. പ്രതികൾ ഇരുവരെയും വളഞ്ഞിട്ട് ആക്രമിച്ചു. അരുണിനെ വടികൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു. രക്ഷപ്പെടാൻ ശ്രമിച്ച അഭിഷേകിനെ മാരകായുധങ്ങളും ഇഷ്ടികകളും ഉപയോഗിച്ച് അടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്തി. ആക്രമണത്തിന് ശേഷം അരുണിന് ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതികൾ കൈവശമുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് മുഖത്തേക്ക് വെടിയുതിർത്തു. കൊലപാതകത്തിനു ശേഷം ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ കൈക്കലാക്കുകയും ആയുധങ്ങൾ ഒളിപ്പിക്കുകയും ചെയ്തു. പ്രമോദിന്റെ കൂടെയാണ് താൻ പോകുന്നതെന്ന് അരുൺ പറഞ്ഞിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞതാണ് കേസിൽ നിർണായകമായത്. കോൾ റെക്കോർഡുകൾ പരിശോധിച്ച പോലീസ് പ്രതികളെ അതിവേഗം പിടികൂടുകയായിരുന്നു. പ്രതികളായ പ്രമോദ്, കുൽദീപ് എന്നിവരെ കോടതിയിൽ ഹാജരാക്കി. പ്രായപൂർത്തിയാകാത്ത 3 പേരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കിയതായി പോലീസ് അറിയിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.